വോങ് എല്ലാ ദിവസവും വലിയൊരു കാറിനെ ഒറ്റക്കൈ കൊണ്ട് വലിച്ച് ആം റെസ്ലിംഗിനായി പ്രാക്ടീസ് ചെയ്യുന്നു. തന്റെ ശക്തി കൂട്ടുന്നതിനായി അയാൾ വെയിറ്റ് കൂടിയ ഡംബൽസ് യൂസ് ചെയ്യുന്നു. രാപ്പകലില്ലാതെ റെസ്റ്റ് എടുക്കാതെയാണ് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കിലോ കണക്കിന് ഭാരമുള്ള ഡംബൽ തറയിലിടുമ്പോൾ എർത്ത് പോലും ഷേക്ക് ആവുന്നു. വേൾഡ് ആം റെസ്ലിംഗ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. നിലവിലെ ലോക ചാമ്പ്യനാണ് വോങ്ങിന്റെ ഏറ്റവും വലിയ എതിരാളി. എല്ലാ മാച്ചിനു മുൻപും അയാൾ ഒരു കല്ലെടുത്ത് ടേബിളിൽ വെക്കുന്നു. എന്നിട്ട് ഒരു ദയയുമില്ലാതെ തന്റെ എതിരാളികളുടെ കൈയൊടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരും അയാളോട് വീണ്ടും മത്സരിക്കാൻ തയ്യാറാവുന്നില്ല. വർഷങ്ങളായി അയാൾ ഉത്തേജക മരുന്ന് യൂസ് ചെയ്താണ് വിൻ ചെയ്യുന്നത്. ഇത്രയും ഡേഞ്ചറസ് ആയ എതിരാളി ഉണ്ടെങ്കിലും വോങ് റെസ്ലിംഗിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ല. അയാൾ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വോങ്ങിന് ഒരു കൈ കൊണ്ട് ആ കാറിനെ വലിച്ചിടാൻ സാധിക്കും. അവസാനം ആ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ മത്സരാർത്ഥികളും ശക്തിശാലികളാണ്. അതിൽ പുതിയ മത്സരാർത്ഥികളുമുണ്ട്. ഒപ്പം തന്നെ നിലവിലെ ചാമ്പ്യനുമുണ്ട്. വോങ് ഈസിയായി തന്റെ ആദ്യത്തെ മാച്ചിൽ വിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ചാമ്പ്യനും തന്റെ എതിരാളികളെ എല്ലാം തോൽപ്പിക്കുന്നു. പക്ഷെ അടുത്ത മാച്ചിൽ വോങ്ങിന് എന്തോ പ്രശ്നമുള്ളതായി ഫീൽ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ എതിരാളി ഫൗൾ മാച്ച് ആണ് കളിക്കുന്നത്. അയാൾ വോങ്ങിനെ തോൽപ്പിച്ചത് മാത്രമല്ല വോങ്ങിന്റെ കൈക്ക് പരിക്കും ഏൽപ്പിക്കുന്നു. പക്ഷെ ഇതെല്ലാം കണ്ട റെഫറി റീമാച്ച് നടത്താൻ പറയുന്നു. അങ്ങനെ വോങ്ങിന് ഒരു ചാൻസ് കൂടി കിട്ടുന്നു. ഇത്തവണ വോങ് തന്റെ സർവ്വശക്തിയും യൂസ് ചെയ്ത് എതിരാളിയെ തോൽപ്പിക്കുന്നു. അങ്ങനെ വോങ് സെമി ഫൈനലിലെത്തുന്നു. അവസാനം വോങ്ങിനൊപ്പം മത്സരിക്കാൻ അയാളെ പോലെ ശക്തനായ ഒരാൾ വരുന്നു. ആദ്യത്തെ മാച്ചിൽ രണ്ടുപേരും ടൈ ആയി നിൽക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിലും ഒത്തിരി നേരം ആരും തോൽക്കാതെ തന്നെ നിൽക്കുന്നു. പെട്ടെന്ന് വോങ്ങിന്റെ എതിരാളിക്ക് ബാലൻസ് നഷ്ടമാവുന്നു. ആ തക്കത്തിന് വോങ് തന്റെ സർവ്വശക്തിയും യൂസ് ചെയ്ത് അയാളെ തോൽപ്പിച്ച് ഫൈനലിലെത്തുന്നു. ബ്രേക്ക് ടൈമിൽ വോങ് തന്റെ പരിക്ക് പറ്റിയ കയ്യിൽ വേദന മാറാനുള്ള മരുന്ന് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് വന്ന ഫ്രണ്ട് ഇനിയും മത്സരിച്ചാൽ വോങ്ങിന്റെ കൈ ഒടിയുമെന്ന് പറയുന്നു. വോങ്ങിനെ പിന്മാറാൻ പറയുന്നു. പക്ഷെ വോങ് എനിക്ക് മാച്ചിൽ പങ്കെടുത്ത് ഇത് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കണം. ഇതിന്റെ വേൾഡ് ചാമ്പ്യൻ ആവാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പോൾ പിന്മാറിയാൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം അയാൾ ഫൈനൽ റൗണ്ടിനായി റിംഗിലേക്ക് വരുന്നു. അവിടെ അയാളെ കാത്ത് സഹോദരിയും മക്കളും നിൽക്കുന്നു. അവർ അയാളുടെ കരിയറിന്റെ തുടക്കത്തിൽ കിട്ടിയ ഗോൾഡ് മെഡൽ കാണിച്ച് എൻകറേജ് ചെയ്യുന്നു. നിലവിലെ ചാമ്പ്യനുമായി വോങ്ങിന്റെ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നു. മാച്ചിന് മുൻപ് വോങ് തന്റെ എതിരാളിക്ക് ഷേക്ക് ഹാൻഡ് നൽകാൻ പോകുന്നു. പക്ഷെ അയാൾ വോങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നു. വോങ് അതിശക്തമായി തന്നെ അയാളെ എതിർത്ത് നിൽക്കുന്നു. എന്നാൽ അയാൾ തെറ്റായ രീതിയിൽ മത്സരിക്കുന്നു. അയാൾ വോങ്ങിന്റെ വിരലൊടിക്കാൻ ശ്രമിക്കുന്നു. അടുത്ത റൗണ്ടിൽ ചാമ്പ്യൻ ശക്തമായി തന്നെ വോങ്ങിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. വോങ്ങിന് തന്റെ കൈയുടെ ശക്തി കുറയുന്നതായി തോന്നുന്നു. കാണികൾ ശ്വാസം അടക്കിയിരിക്കുന്നു. പെട്ടെന്ന് വോങ്ങിന് തന്റെ സഹോദരിയുടെ മുഖം മനസ്സിൽ തെളിയുന്നു. താൻ തനിച്ചല്ലെന്നൊരു തോന്നലുണ്ടാവുന്നു. അയാളുടെ കൈക്ക് അമാനുഷികമായ ഒരു ശക്തി വന്നതുപോലെ ഫീൽ ചെയ്യുന്നു. ആ ചാമ്പ്യൻ ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ശക്തി കണ്ടിട്ടില്ല. വോങ് തന്റെ വേദന കടിച്ചമർത്തി ആ ചാമ്പ്യനെ തോൽപ്പിക്കുന്നു. കാണികൾ മുഴുവനും അതിശയിച്ചു നിൽക്കുന്നു. അവസാനം വോങ് എല്ലാ കടമ്പകളും കടന്ന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിരിക്കുന്നു.